നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എത്ര അധികമാകുന്നു. നമ്മളെ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ ഈ സുവിശേഷത്തിന് വിരുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്നാനത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരു പുരോഹിതനോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊടി പിടിച്ച് ജയ് വിളിക്കുന്ന നേതാക്കന്മാരോ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. എന്താണ് തെളിവെന്നറിയാമോ? നിങ്ങളുടെ കഠിനമായിരിക്കുന്ന വേദനയുടെ നാളുകളിലും നിങ്ങളുടെ ഹൃദയം നിങ്ങൾ മനോഹരമായിരിക്കുന്ന വീടുകളിലാണ് പാർക്കുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ അതിന്റെ നടുവില് രോഗപീഠങ്ങൾ കൊണ്ടും മരണഭീതികൾ കൊണ്ടും നിരവധിയായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലും നിങ്ങളുടെ ഹൃദയം നെരിപ്പോട് പോലെ എരിയുമ്പോഴും ഹതാശരായിട്ടും നിരാശരായിട്ടും നിങ്ങൾ തീരുന്ന ആ നാഴ്ചകൾക്കുള്ളില് നിങ്ങൾ എന്താണ് കഠിനമായിരിക്കുന്ന വേദനയിലും ഏകാന്തതയും തിങ്ങിയ നാളുകളിൽ ഒരു പുരോഹിതനും നിന്റെ വീട്ടിൽ വന്നൊരു ആശ്വാസവാക്ക് പറഞ്ഞില്ല. ഒരു നേതാക്കന്മാരും നിങ്ങളെ ആശ്വസിപ്പിച്ചില്ല. നിങ്ങളുടെ ബാങ്കിലുണ്ടായിരുന്ന സമ്പത്തിൽ നിങ്ങൾ ആശ്രയം വെച്ചില്ല. അതൊന്നും നിങ്ങളെ ആശ്വസിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മുടെ കൂടെ വരാമെന്നും നമ്മളെ ആശ്വസിപ്പിക്കാമെന്നും വാക്ക് തന്നിരിക്കുന്ന ഈ യേശുക്രിസ്തു, അവന് മാത്രമേ നമ്മളെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. എന്ന് വെച്ചാൽ നിത്യമായിരിക്കുന്ന സ്നേഹം, ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹം ഈ യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്നവൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾപ്പിൻ.